ബ്രോ, ബഞ്ചാര കോഫി ഷോപ്പിലേക്കാണ് പെൺകുട്ടികൾ വരിക. ഇപ്പൊ 50% ഡിസ്കൗണ്ട് സെയിലും ഉണ്ട്. സോ അവൻ അവിടെ വരുള്ളൂ എന്ന് എന്റെ 7 സെൻസ് പറയുന്നു. നിന്റെ ഇഷ്ടം ബ്രോ, ആസ് യു ലൈക്ക്. എടാ കണ്ണാടിക്കരാ, എനിക്ക് ഹോട്ട് മൊജിറ്റോ വിത്ത് കോൾഡ് ക്യൂബ്സ് പറടാ. എടാ, ഇവിടെ വെയിറ്റേഴ്സിനെ അങ്ങനെ വിളിച്ച അടി കിട്ടും. പിന്നെ അതെ മൊജിറ്റോ അല്ല, മൊയ്റ്റോ. ജെ സൈലന്റ് ബ്ലഡി തീഫ്. ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ വിളിച്ചത് വെയിറ്ററിനെ അല്ലടാ, നിന്നെ തന്നെയാടാ പൊട്ട. എന്നെയോ? അതെ, നിന്നെ തന്നെയാടാ. വന്ന ജോലി വിട്ട് ആവശ്യമില്ല. ഞാൻ എന്താണ് ചോദിച്ചത്? ഹോട്ട് മൊജിറ്റോ വിത്ത് കോൾഡ് ക്യൂബ്സ്. അബ്രഹാം ലിങ്കൻ, ജോൺ എഫ് കെനഡി കുടിച്ച ഡ്രിങ്ക് അതല്ലേ? അത് നിനക്ക് എങ്ങനെ അറിയാം? ഇവൻ പറഞ്ഞില്ല. അത് ബൈക്കിൽ വരുമ്പോ ബോറടിക്കാതിരിക്കാൻ CC++ പറഞ്ഞോണ്ട് വന്നു. കൺഫ്യൂസിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ കഥ പറഞ്ഞു, നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഈ സോഫ്റ്റ്വെയർ പിള്ളേർ ഇങ്ങനെയാണ് ബ്രോ, ആരുടെ എന്ത് പറയാൻ പാടില്ല അതേ പറയൂ. മോർ ഇന്റലിജൻസ്. ഹൈ താങ്ക്സ് ബ്രോ, ഹൈ ഫൈ. ഞാനിപ്പോ നിന്നെ ആക്കിയതാണെന്ന് പോലും നിനക്ക് മനസ്സിലായില്ലേ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. 7 o'clock ആയി. വന്നവരെയൊക്കെ അബ്സോർവ് ചെയ്യ. അവൻ വന്നാ എന്നോട് പറയ. നീ ജയിലിൽ പോവാതെ രക്ഷപ്പെടാൻ വേണ്ടി എന്നെ ജയിലിലേക്ക് അയക്കുമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോ? ഞാൻ നോക്കില്ല, നോക്കിയാലും പറയില്ല. ഞാൻ ജയിലിൽ പോകുന്നുള്ള പേടി എനിക്കില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് രക്ഷിക്കണം. എനിക്കുള്ളത് ഒരേ ഒരു ചാൻസ്. ആരെയും മിസ് ചെയ്യരുത്. കണ്ണ് തുറന്ന് നല്ലോണം നോക്ക്. അവനെ കണ്ടോണ്ട് എന്നോട് പറ. അടുത്ത പ്രാവശ്യം ഞാൻ അടുക്കില്ല, കൊന്നുകളയും. അവൻ ഇതേ കോഫി ഷോപ്പിലേക്ക് വരും. തീർച്ചയായിട്ടും അവൻ വരും. അവൻ തന്നെ. ഇവനപ്പോ ഫോണിൽ സംസാരിച്ചത് അസ്ലാം ഭായിന്റെ കൂടെ. അയാളൊരു മുസ്ലിമാണ്. ഇവൻ 6:30 വരാൻ പറഞ്ഞപ്പോ അയാൾ 7 വരാന്ന് പറഞ്ഞു. ഓരോ മുസ്ലിംമാർക്കും വൈകുന്നേരം, അതും വെള്ളിയാഴ്ച വൈകുന്നേരം, പ്രത്യേകിച്ച് എന്താ ഉണ്ടാവുക? മഗ്രിബ് ക നമാസ്, അതായത് സൂര്യൻ അസ്തമിക്കും ചെയ്യുന്ന നമാസ്. ഹൈദരാബാദിൽ 4 ബീൻസ് കോഫി ഷോപ്പ് ഉണ്ടെങ്കിലും 3 ഷോപ്പിനടുത്ത് പള്ളിയില്ല. 6:30 നമാസ് കഴിഞ്ഞിട്ട് 7 എത്താൻ പറ്റിയ ബീൻസ് കോഫി ഷോപ്പ് ഇതൊന്നു മാത്രമാണ്. സോ മോഡബിൾ. എങ്ങനെയാണ് ബ്രോ? വിശ്വാസം. നിന്നോടോ? നല്ല കാര്യങ്ങൾക്ക് മതം ഒരു തടസ്സമായേക്കാം, ദൈവം തടസ്സമാവില്ല. अस्लम भाई। अरे बिली भाई सलाम अलैकुम। वालेकुम अस्सलाम। അവർ സംസാരിക്കുന്നത് എന്തായിരിക്കും ബ്രോ? അറിയില്ല, പക്ഷെ നമ്മളത് കേൾക്കണം. എങ്ങനെ? अरे छोटो टिश्यू कहाँ रे? ഫോൺ താ. എന്റേതോ? പെട്ടെന്ന് ഫോൺ താ. ഇത് വളരെ കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയതാണ് ബ്രോ. ദിസ് ഈസ് ഇമ്പോർട്ടഡ് ബ്രാൻഡ് തെപ്പോ. छोटू इधर आओ. ये टिश्यू पेपर बॉक्स हो भाई को दे दो. मैं दूसरा दे तुम साहब. अरे देना यार. ദേ ദോ ബൈ, ദേ ദോ. കള്ളനായ എനിക്ക് എത്ര ബുദ്ധിയില്ല. ഹൗ ബ്രോ? നീ സാധാരണ കള്ളനാ, അവന്റെ അമ്മാവൻ ഹൃദയം മോഷ്ടിക്കുന്നവനാ. ഓ, അപ്പൊ കുടുംബം മൊത്തം ഇതാണ് തൊഴിലല്ലേ? ഞാൻ പറഞ്ഞ ജോലി നീ കൃത്യമായിട്ട് ചെയ്തു. ബില്ലി ബായ്, പക്ഷെ റേറ്റ് കൂടുതലാണല്ലോ. अस्लम भाई, ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് വന്നപ്പോ തന്നെ നിങ്ങൾ തന്ന പണത്തിന്റെ ഇടപാട് തീർന്നു. അപ്പോ മർഡർ ചെയ്തതിനോ? മർഡറോ? അതൊരു വലിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ബായ്. ആ സെക്യൂരിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പെണ്ണിനെ ഫോളോ ചെയ്ത് അവളുടെ ഫ്ലാറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവളുടെ പുറകെ പോയി ഫ്ലാറ്റിനകത്ത് ഞാൻ കയറിയപ്പോ അവള് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് എന്തോ ചെയ്യുകയായിരുന്നു. ഫിഗർ എന്ന് പറഞ്ഞ കുൽഫി പോലെയാ ബായി ഇരുന്നത്. കടിച്ച് തിന്നാനാ തോന്നിയത്. എൻജോയ് ചെയ്തിട്ട് കൊല്ലാമെന്ന വിചാരിച്ചേ. അപ്പോഴേക്കും ആരോ ഡോർബെൽ അടിച്ചു.
ഹാർഡ് ഡിസ്ക് എന്തിനാ എടുത്തുകൊണ്ടുവരുവാൻ പറഞ്ഞത്? എനിക്ക് മാത്രം അതെങ്ങനെ അറിയാനാ? മേഡർ നടക്കുന്നതിന് മുമ്പ് അവള് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തോണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ, അല്ല മരിക്കാൻ നേരത്തെ അവളെന്താ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നെന്ന് എന്നോട് ചോദിച്ചു. അറിയില്ലെന്നും പറഞ്ഞു. അപ്പൊ ആ ബായ് എന്നോട് എന്താ പറഞ്ഞറിയോ? ആ ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് വരാൻ. അത്രേ ഉള്ളൂ. ബഹത് ഖത്തർനാക് ഹേ. ആരാണ് ആ ബോസ്? നീ ആളൊരു പുപ്പുലി ആണല്ലോ ബായ്. ഹാർഡ് ഡിസ്ക് എടുക്ക്, എനിക്ക് പോണം. അബി ബഹത് ഖത്തർനാക് ഹേ. ആദ്യം കാശെടുക്ക്. ഏ ബില്ലി ബി ബഹുത് ഖത്തർനാക് ഹേ. ഇതിനെ അങ്ങനെ കക്ഷത്ത് വെച്ച് നെരിച്ച് കൊല്ലണം. അവനെ പിടിച്ചിട്ട് നമുക്ക് ഒരു യൂസും ഇല്ല. ഈ മേർഡർ ആരാ ചെയ്യാൻ പറഞ്ഞെന്ന് പറയണമെങ്കിൽ അസ്ലാം ഭായിനെ ഫോളോ ചെയ്യണം. പപ്പി, നമുക്ക് അസ്ലാം ഭായിനെ ഫോളോ ചെയ്യാം. നീ ബില്ലിയെ ഫോളോ ചെയ്യും. ഞാൻ ഇതിനെ ഫോളോ ചെയ്യണം? ഞാൻ ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? ഞാൻ തന്നെ ഫോളോ ചെയ്യും. ദാറ്റ് ഈസ് എ ബ്യൂട്ടി ബ്രോ. ബ്രോ, അസ്ലം ഭായ് പുറപ്പെട്ടു. ആ ബായ്, കാം ഹോ ഗയാ. ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു. ആ വണ്ടി അയച്ചോളൂ. അരേ ഹായ് മേരെ ജാനോ. പറ പൊന്നോ, സുഖമാണോ നിനക്ക്? എന്ത് അമരാവതിന്ന് ഹൈദരാബാദിലേക്ക് വന്നോണ്ടിരിക്കാന്നോ? എന്റെ പൊന്നു മോളെ, ഞാൻ കുറച്ച് തിരക്കിലായി പോയല്ലോടി. നാളെ വന്ന് കാണാൻ പൊന്നു. ഫിഗർ എന്ന് പറഞ്ഞ നീ ദേഷ്യപ്പെടാതെ കുൽഫി പോലെയാ ബായി നീ ഇരുന്നത്. പറ, നിനക്ക് എന്താ കടിച്ച് വേണ്ടത്? തിന്നാനാ തോന്നിയത്. നാളെ വരാന്നേ. ഇവൻ ചെയ്യുന്ന ഒന്നും ശരിയല്ല. തീർന്നു. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറി. ചേട്ടായി, എന്റെ രണ്ട് കണ്ണുകളും നഷ്ടപ്പെട്ടു. എന്റെ ഈ കൈകൾ ഒട്ടും പ്രവർത്തിക്കില്ല. ഞാൻ തന്നെ എന്നെ കൊണ്ട് തന്നെ അടിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ അടിക്കും? മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ് മാനത്ത്. എന്റെ അമ്മ. ചേട്ടാ, ചേട്ടന്റെ സാധനം ഒന്ന് അകത്തിട്ട് സിബിടാമോ? കാണാൻ ഒരു രസമില്ല. സാറേ, കപ്പലിന്റെ കഴിക്കുന്നുണ്ടോ സാറേ? വേണ്ട, അല്ല സാറേ, കഴിച്ചോന്നേ. എനിക്ക് ഭ്രാന്ത. ഞാൻ കഴിക്കണോ? ടീക്കെ ബായ്, ആയിക്കോട്ടെ. I don't like this man in this shop. അസ്ലാം വരുന്നുണ്ട്. എങ്ങനെ വരുന്ന ബ്രോ? പേടിയാവുന്നു ബ്രോ. ഒരു 10 രൂപയ്ക്ക് നിലക്കടല തരും ഇയാൾക്ക് ഇവിടെ കപ്പലിന്റെ ഇല്ല. പ്ലീസ് ബ്രോ, ഒന്ന് താ. അടുത്ത് എടോ ബെൽറ്റ് ബാഗ്, ബ്രോ. തീപ്പെട്ടി ഉണ്ടോ എടുക്കാൻ? തീപ്പെട്ടിയാണോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പേടിച്ചു പോയി. എനിക്ക് മനസ്സിലായെന്നോ? എന്താ പറയുന്നേ? അത് ഇവനെ കടലാന്ന് വെച്ചാൽ ഭ്രാന്ത. ഇയാൾക്ക് കപ്പലിന്റെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ കടലേക്ക് ഭ്രാന്തെന്നല്ല, കടലെന്ന് പറഞ്ഞാലേ ഭ്രാന്തെന്നാ ഞാൻ പറഞ്ഞു. അവന് കപ്പലിന്റെ കൊടുക്കൂല. എന്തുകൊണ്ട് തരില്ല? ഞാനാണ് ആദ്യം വന്ന് ചോദിച്ചേ. നീ എനിക്ക് തരണം. നിങ്ങൾ ന്യായം പറയാ അസ്ലം ഭായ്. അസ്ലാം ഭായ് അല്ല, നീ എങ്ങനെയാടാ എന്റെ പേരിപ്പോ വിളിച്ചു പറഞ്ഞത്? പറയടാ. പിന്നെ ബ്രോ, ഫോർട്ട് കൊച്ചിയിൽ അസ്ലാം ഭായ് എന്ന് വെച്ചാൽ ആർക്കാടാ അറിയാത്തത്? കണ്ടാ തന്നെ അറിഞ്ഞൂടെ? അങ്ങനെ പറയടാ കുട്ടാ. അരേ മാച്ചസ് തരേ. ആ, ലേലോ ഭായ്. അരേ ചോട്ടു വരട്ടെ. ബ്രോ. സോറി ബ്രോ.